ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഏത്തപ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ നാട് ഈരാറ്റുപേട്ടയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈരാറ്റുപേട്ട ഭാഗത്തും കോട്ടയം സൈഡിലും ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് പാല് വാഴയ്ക്ക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പിടിയും നല്ലപോലെ പഴുത്ത ഏത്തപ്പഴവും വെച്ച് തേങ്ങാപ്പാലിലുണ്ടാക്കുന്ന ഒരു മധുരമുള്ള വിഭവമാണ് ഈ പാല് വാഴയ്ക്ക എന്ന് പറയുന്നത്. ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള പിടികൾ റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ 1.5 ഗ്ലാസ് വെള്ളമെടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് തിളച്ചു വരുമ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് പെട്ടെന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് അവിടെ ഇടുക. ആ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഭാഗത്തെ വീഡിയോ എനിക്ക് ഓഫായി കിടക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അതുകൊണ്ട് ഈ രീതിയിലാണ് വെള്ളത്തിനകത്തോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലതുപോലെ കൈവച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇടയ്ക്ക് പച്ചവെള്ളം കയ്യിൽ മുക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ചൂടോടുകൂടി കുഴച്ചെടുക്കുന്നതുകൊണ്ട് ഈ കൈ ഇടയ്ക്കൊന്ന് പച്ചവെള്ളത്തിൽ മുക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സുഖമായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുഴച്ചെടുത്ത അരിപ്പൊടി വെച്ച് നമുക്ക് പിടികൾ തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഷോർട്ടായിട്ട്. അതുകൂടാതെ ഇതിന്റെ വിശദ വിവരങ്ങൾ ഈ പിടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പൊരു ഈരാറ്റുപേട്ട സ്പെഷ്യൽ തിക്കിടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പിടികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. തിക്കിടിയുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്കിപ്പോൾ ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും, ഒരു ഐ കാർഡായിട്ട്. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ആ പിടി. നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന പിടികളാണ് ഇത്. ഇപ്പം ഈ കാണുന്ന വലിപ്പത്തിലുള്ള ഒരു ബൗൾ നിറയെ ഉണ്ട് ഈ പിടികൾ. 1/4 ഗ്ലാസോളം അരിപ്പൊടി ഈ പിടിയിലോട്ട് വെതറി കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഈ പിടി ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാനത് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിനു വേണ്ടുന്ന തേങ്ങാപ്പാലിന്റെ അളവെന്ന് പറയുന്നത് മീഡിയം കട്ടിയിലുള്ള തേങ്ങാപ്പാൽ 4 ഗ്ലാസ് ആണ് നമുക്ക് വേണ്ടത്. ഈ പാത്രത്തിൽ തികയാത്തോണ്ട് 1 ഗ്ലാസ് ഞാൻ എക്സ്ട്രാ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. ആ സൈഡിൽ കാണുന്നത് ആ 1 ഗ്ലാസിന്റെ അളവിലാണ് 4 ഗ്ലാസ് ഞാനിവിടെ മൊത്തം എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഏത്തപ്പഴം 3 or 4 എണ്ണം എടുത്ത് ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശർക്കരപ്പാനി 1 ഗ്ലാസും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുമാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തീ ഓണാക്കി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ആണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി മധുരം വേണ്ടവർക്ക് ഇനിയും കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ശർക്കരപ്പാനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് 1/2 കിലോ ശർക്കര എടുത്ത് ഞാൻ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് പാനിയാക്കി അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയിൽ നിന്ന് ആണ് 1 ഗ്ലാസ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് തിളച്ചു തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് ആ പിടികൾ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലോട്ട് ശർക്കരപ്പാനി ഇടുമ്പോൾ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഏത്തപ്പഴവും ഈ പിടികളുടെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത്
ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് അങ്ങനെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഈ പിടികൾ ഓൾറെഡി വെന്ത പൊടി കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ പിടികളും ഏത്തപ്പഴവും ഒക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വന്ന് ഇതൊന്ന് കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കേണ്ടത്. നല്ലതുപോലെ തിളച്ച് പുറത്തോട്ട് ചാടി വരുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് 10 മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തു ഞാൻ. ഇത് ചൂടോടുകൂടി ഇത്തിരി ലൂസായിട്ട് ഇരിക്കുമെങ്കിലും ചൂടാറി വരുമ്പോൾ നല്ല തിക്കായിട്ട് വന്നോളും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ചൂടോടുകൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ലൂസായിട്ട്. അപ്പോൾ ഇതിനി സൈഡിൽ തീ ഓഫ് ചെയ്ത് മാറ്റി മൂടി വയ്ക്കാം. നമുക്കിനി ഇതിലോട്ട് ഒരു ചെറിയ കാര്യം കൂടി ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 4-5 ചുവന്നുള്ളി എടുത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ഈ നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ വേണം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചുവന്നുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നേരെ തന്നെ ആ പാകമാക്കി വെച്ചിരിക്കുന്ന പാല് വാഴക്കയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ചുവന്നുള്ളി മൂപ്പിച്ച് ഒഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത് ഓപ്ഷണലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നെയ്യിൽ കിടന്ന് ഈ ചുവന്നുള്ളി മൂത്ത് വന്നിട്ട് ആ ഒരു സ്മെല്ല് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പ്രത്യേക സ്മെല്ല് തന്നെ ആയിരിക്കും. അത് ഈ പാലുവാഴക്കയിലോട്ടും കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് ഉപയോഗിച്ചാൽ ഈ പാലുവാഴക്കയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള പാലുവാഴക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇനിയൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചൂടോടുകൂടി തന്നെയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്തിരി ലൂസാണ്. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇത് നല്ല പാകത്തിന് കുറുകി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള മറ്റൊരു റെസിപ്പി ഇല്ലേ, ഈരാറ്റുപേട്ട സ്പെഷ്യൽ തിക്കിടി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്പി, അതുകൂടി നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ അത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്തു തരേണ്ട ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുകൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ കൂടി ചെയ്താൽ നമ്മൾക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തരുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മാക്സിമം വെറൈറ്റി റെസിപ്പീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസിനെ പറ്റിയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വിഭവം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.